ഗൈസ്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിൽ ഒരു ഷോർട്സിൽ നിന്ന് 1000-2000 സബ്ബൊക്കെ നിങ്ങൾക്ക് വേണം. അതിന് നിങ്ങൾ ഷോർട്സ് ആദ്യം ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് അറിയണില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഒരു 2-3 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വലിച്ച് നീട്ടാണ്ട് കറക്റ്റ് ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കയറും, വ്യൂസും കയറും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ യൂട്യൂബിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പ്ലസ് ചിഹ്നം കാണും. ആ പ്ലസ് ചിഹ്നത്തിന്റെ അടിയിൽ ഇതുപോലെ ഷോർട്സ്, ലോങ് വീഡിയോ, ലൈവ് ഒക്കെ ഉണ്ടാവും. അതിൽ ഷോർട്സ് എടുത്തിട്ട് നമ്മൾ ഇഷ്ടമുള്ള വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ആഡ് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മ്യൂസിക് വേണ്ടവർക്ക് മ്യൂസിക് ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഇതിൽ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടം. നിങ്ങൾക്ക് പാട്ട് വേണമെങ്കിൽ പാട്ട് കയറ്റാൻ കട്ടാണ്ടിരിക്കാം. പക്ഷെ നമ്മൾ ഈ യൂട്യൂബിൻ്റെ ആപ്പിൽ വേറെ ഒന്നും ചെയ്യില്ല. മെയിനായിട്ട് അൺലിസ്റ്റ് ആണ് നോക്കുക. എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമ്മൾ വീണ്ടും നേരെ യൂട്യൂബിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പാനയുടെ ചിഹ്നം കണ്ട അതിൽ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള തമ്പനയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. YT സ്റ്റുഡിയോയിൽ തമ്പനയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. തമ്പനയിൽ നല്ല അടിപൊളി വെച്ചാലാണ് ആൾക്കാർ കാണുള്ളൂ. അപ്പം നല്ല അടിപൊളി തമ്പനയിൽ സെറ്റ് ചെയ്യാം. നമ്മൾ തമ്പനയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം. YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടാണ് അതിലാണ് എഡിറ്റിംഗ് ഫുള്ള് വരുന്നത് കേട്ടോ. നമുക്ക് ആദ്യം വീഡിയോൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യണം. ആ വീഡിയോയ്ക്ക് മാച്ച് ആയിട്ടുള്ള ടൈറ്റിൽ നമ്മുടെ ഇഷ്ടത്തിന് നല്ല അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത് എവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം മാച്ചാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശയം പോലെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലെ ഷോർട്സ് എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ഒരു 2-3 ഹാഷ്ടാഗ് കൊടുക്കുക. ഷോർട്സ്, പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര്, പിന്നെ വേറെ ചാനലിൻ്റെ പേര്, അങ്ങനെ അതിന് റിലേറ്റഡ് എന്തെങ്കിലും കൊടുക്കുക. ഒരു 2-3 കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹാഷ്ടാഗ് കൊടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് വൈറലാവാൻ ഹാഷ്ടാഗിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഹാഷ്ടാഗ് നമ്മൾ കൊടുക്കാൻ മറക്കരുത്. എല്ലാ വീഡിയോസിലും ഹാഷ്ടാഗ് കൊടുക്കണം കേട്ടോ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതുപോലെ യൂട്യൂബ്, പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര്, യൂട്യൂബ് ഷോർട്സ്, അങ്ങനെയുള്ള ഹാഷ്ടാഗ് കൊടുക്കുക. ഒരു 3-4 കൊടുക്കുക. എന്തായാലും കൊടുക്കണം. നിങ്ങൾ കൊടുക്കാണ്ട് വിടരുത് ഹാഷ്ടാഗാണ് മെയിൻ സംഭവം നിങ്ങളുടെ വീഡിയോസൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ട്. ഹാഷ്ടാഗ് ഒക്കെ അടിച്ചു കഴിഞ്ഞ ശേഷം അടുത്ത സംഭവം വരുന്നത് ഓൾട്ടേഡ് കണ്ടന്റ് കേട്ടോ. അതിൽ യെസ് ഓർ നോ നമ്മൾ നോ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകേണ്ടത് മോർ ഓപ്ഷനിലേക്കാണ്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടാഗുകൾ കൊടുക്കാൻ പറ്റും. നമ്മുടെ കീവേഡ്സ്, എൻ്റെ ചാനലിൻ്റെ പേര്, പിന്നെ ആ വീഡിയോ റിലേറ്റ് ചെയ്ത കീവേഡ്സ്, നമുക്ക് ഇഷ്ടമുള്ള കീവേഡ് കൊടുക്കാം. ഇഷ്ടംപോലെ കൊടുക്കാം. ഒരു 10 മാക്സിമം കൊടുത്തോളൂ എന്തായാലും എല്ലാവരും. അങ്ങനെ കീവേഡ്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരുന്നതാണ് എലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ്. അതിൽ ഞാനിതിൽ ഓഡിയോയും വീഡിയോയും എലോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റിയിടാം. അത് നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടം. പിന്നെ അടുത്ത സംഭവമാണ് നമ്മുടെ കാറ്റഗറി മെയിൻ സംഭവമാണ്. നമ്മുടെ വീഡിയോ ഏത് ബേസാണോ ആ ബേസിൽ നമ്മൾ കാറ്റഗറി വയ്ക്കണം. ഞാനിപ്പോൾ ഈ സംഭവം എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ്, അപ്പോൾ അത് എൻ്റർടൈൻമെൻറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ന്യൂസാണ് ന്യൂസാക്കാം, ഇഷ്ടമുള്ളതാക്കാം. നിങ്ങളത് നിങ്ങളുടെ ചാനലിന് ഇഷ്ടം പോലെ ഇരിക്കാം കേട്ടോ. കമൻറ്റ് സെക്ഷൻ എന്തായാലും ഓൺ ആക്കി വെച്ചോളൂ. പിന്നെ അലോ എംബഡിങ്ങും ഓഫ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ വാട്സപ്പിൽ കയറി ആൾക്കാർ വീഡിയോ കാണും, അത് നമ്മുടെ വ്യൂസ് കയറില്ല. പിന്നെ അടുത്ത മെയിൻ സംഭവം റിലേറ്റഡ് വീഡിയോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ നമ്മുടെ ഷോർട്സും ലോങ് വീഡിയോസൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ വൈറലായ വീഡിയോസിൽ നമ്മൾ പുതിയ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സും കയറ്റാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. പബ്ലിക് ആക്കുന്നതിന് മുമ്പ് അൺലിസ്റ്റഡ് ആക്കാം. നല്ലൊരു സമയം നോക്കി പബ്ലിക് ആക്കുക. ഓക്കെ. പിന്നെ ഇത് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്സെങ്കിലും ഇടാൻ നോക്കണം. നമ്മുടെ ചാനലിൽ കൺസിസ്റ്റൻസി മെയിനായിട്ട് വേണം. അത് മുടങ്ങാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ എന്തായാലും സെറ്റ് ആവും. അതിന് ഞാൻ ഗ്യാരണ്ടി.